ഹായ് ഓൾ. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് സെക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഞാൻ ആക്ച്വലി ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു നിഫ്റ്റിയിൽ. പക്ഷേ ഇന്ന് ഞാൻ റെക്കോർഡ് ചെയ്തത് ഇതായിട്ടില്ല, അപ്പം സേവ് ആയിട്ടില്ല. ഓക്കെ, അതിനകത്ത് ഒരു കാര്യങ്ങളൊക്കെ സംഭവിച്ചു. അപ്പം അത് കാരണമാണ് ഞാൻ ഇന്ന് ലൈവ് ട്രേഡ് കാര്യങ്ങളെല്ലാം അപ്ലോഡ് ചെയ്യാഞ്ഞത്. ഇന്ന് ആക്ച്വലി ഞാൻ 2 ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ഒന്ന് ഞാൻ ജസ്റ്റ് ഇന്ന് നമ്മുടെ നോർമൽ, അതായത് നമ്മുടെ എൻട്രി സെറ്റപ്പിൽ നമുക്ക് നിഫ്റ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ നിഫ്റ്റിയിൽ നമ്മൾ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തെ ട്രേഡ് എന്ന് പറയുന്നത് ഫിൻ നിഫ്റ്റിയിൽ. ഓക്കെ, അത് ജസ്റ്റ് ഒരു ഹീറോ പോലെ നമ്മൾ ഒരു ചെറിയൊരു ക്വാണ്ടിറ്റി ഇട്ട് ചെയ്തതേ ഉള്ളൂ. ഓക്കെ, അത് നമുക്ക് രണ്ടും ഇന്ന് പ്രോഫിറ്റ് ആയിരുന്നു. അപ്പം ഞാൻ ഫസ്റ്റ് ട്രേഡിൻ്റെ ഞാൻ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഈ വീഡിയോയിൽ. ഓക്കെ, അപ്പം ആ ഒരു റെക്കോർഡിങ് കാര്യങ്ങളൊക്കെ ഇറപ്റ്റായി പോയിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്ന് വൈകിട്ട് തന്നെ ഇത് ചെയ്തേനെ. ഓക്കെ, അപ്ലോഡ് ചെയ്തേനെ. ഞാനപ്പോൾ ഇന്ന് കാണിച്ചു തരാം. ഇന്ന് നമ്മുടെ എൻട്രി എവിടെ നിന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ ഈ ഒരു ലെവൽ. ഓക്കെ, നിഫ്റ്റി നമ്മൾ ഇന്നലെ പറഞ്ഞ ആ ഒരു പ്രീവിയസ് ഡേ ഹൈ സ്വീപ്പായിട്ടുണ്ടായിരുന്നു. നമ്മൾ അവിടെ നിന്നൊരു പുട്ട് എൻട്രിയാണ് എടുത്തത്. ഓക്കെ, ഞാൻ കറക്റ്റ് എൻട്രി കാര്യങ്ങളെല്ലാം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ അവിടെ നിന്ന് ഒരു പുട്ട് എൻട്രി കാര്യങ്ങളായിരുന്നു എടുത്തത്. ഓക്കെ, ഇതാണ് നമുക്ക് എഴുതുന്നത്. നമ്മൾ എടുക്കുന്ന ടൈം ഫ്രെയിം എന്ന് പറയുന്നത് 1 മിനിറ്റ് അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 3 മിനിറ്റ്സിലാണ് നമ്മൾ എൻട്രി എടുക്കുന്നത്. ഓക്കെ, ഇതായിരുന്നു നമ്മുടെ എൻട്രി കാര്യങ്ങളൊക്കെ. ഓക്കെ, നിഫ്റ്റി നമുക്ക് ഈ ഒരു ലെവലിൽ നിന്ന്, അതായത് 10 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മളൊരു പിയിൽ എൻട്രി ചെയ്തു. ആ ഒരു ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ലെവൽ വരെ, ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ആവുന്നിടം വരെ ആയിരുന്നു. ഈ ഒരു അറൗണ്ട് നമുക്ക് നിയർലി ഒരു 88-90 പോയിൻറ്റ്സോളം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈസി ആയിട്ട് തന്നെ. ഓക്കെ, 90 പോയിൻറ്റ്സ് ഈസി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് വെറും 16 പോയിൻ്റാണ്. റിസ്ക് റിവാർഡ് എന്ന് പറയുന്നത് 1:5 ആയിരുന്നു. ഓക്കെ, അറൗണ്ട് ഒരു 45 പോയിൻറ്റ്സാണ് നമ്മളിന്ന് ടാർഗറ്റായിട്ട് കിട്ടിയത്. നിയർലി സ്റ്റോപ്പ് ലോസ് ഞാനിന്ന് വെച്ചത് 8 പോയിൻ്റ് ആയിരുന്നു. ഓക്കെ, പ്രീമിയത്തിൽ 8 പോയിൻ്റ് ആയിരുന്നു. ഓക്കെ, 24,400 എന്ന് പറയുന്ന ഒരു സ്ട്രൈക്കാണ് ഞാൻ ചൂസ് ചെയ്തത്. ഒരു 165 ആ ഒരു റേഞ്ചിൽ ഞാൻ ബൈ ചെയ്തു. നിയർലി ഒരു 210 ആ ഒരു ലെവൽ വരെ എനിക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഒരു എൻട്രി. അപ്പം ഈ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ നമുക്ക് മിസ്സായിട്ടുണ്ട്. അപ്പം ഞാൻ എന്തായാലും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡേ തൊട്ട് ഞാനപ്പോൾ എല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നാളത്തെ ഇമ്പോർട്ടൻറ്റ് ലെവൽസ് കാര്യങ്ങളൊക്കെ അതിലോട്ട് തന്നെ വരാം. ഇന്ന് ആക്ച്വലി നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഒക്കെ ഒരു റിവേഴ്സൽ കാണിച്ചിട്ടുണ്ടല്ലോ, ഒരു ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗൺ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും പക്ഷെ നമുക്ക് കാര്യമായിട്ടുള്ള ഒരു റിസൾട്ട് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഓക്കെ, ഇന്ന് നിഫ്റ്റി ആണെന്നുണ്ടെങ്കിൽ ഒരു ഗ്യാപ്പ് അപ്പ് ആയിരുന്നു, അല്ല ഗ്യാപ്പ് അപ്പ്. ഞാൻ അവിടുത്തെ പ്രീവിയസ് ഡേ ഹൈ സ്വീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ലോങ് പൊസിഷൻ നോക്കാം എന്നുള്ള ഒരു രീതിയിലായിരുന്നു. പക്ഷേ ആ ഒരു ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ആ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മൊമെൻ്റമായിരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെയായിരുന്നു നമുക്കിന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്നൊരു പുട്ട് എൻട്രി ഇന്ന് നിഫ്റ്റിയിലെടുത്തത്. ഓക്കെ, അപ്പം ഞാൻ എടുത്തേക്കുന്ന ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ 400 ക്വാണ്ടിറ്റി ആയിരുന്നു. 400 ക്വാണ്ടിറ്റി. ഓക്കെ, അങ്ങനെ നിയർലി ഒരു 17,000 റുപ്പീസിനടുത്ത് നമുക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഫിൻ നിഫ്റ്റി ആകുമ്പോഴത്തേനും 0 ആയിരുന്നു. 17,000-ൽ ഞാൻ 7,000 റുപ്പീസ് റിസ്ക് ആയിട്ട് വെച്ചിട്ടാണ് ഞാൻ ബാക്കി ട്രേഡ് എടുത്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് നാളത്തെ ഒരു സെക്ഷൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് കാര്യമായിട്ടുള്ള ഒരു മൊമെൻറ്റും കാര്യങ്ങളൊന്നും വന്നിട്ടൊന്നുമില്ല നിഫ്റ്റിയിൽ. ഓക്കെ, അപ്പം നമുക്ക് ഉള്ള ഒരു ലെവൽസ് എന്ന് പറയുന്നത് നമുക്ക് ഇന്നലത്തെ ലെവൽസ് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ഡേ ഹൈയും വെക്കാം. ഓക്കെ, പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ഏത് ലെവലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ലെവലും കൂടെ കൺസിഡർ ചെയ്യാം. പിന്നെ ഇന്നത്തെ ഡേ ലോ കാര്യങ്ങളൊക്കെ അതേപടി തന്നെ ഉണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് ഈ ഒരു ലെവലും കൂടെ ഈ ഒരു ലെവലിന് കളർ മാറിപ്പോയി. ഓക്കെ, ഈ ഒരു കളർ. ഓക്കെ, ഇതൊരു ഗ്രീൻ എടുക്കാം. ഇത് നമ്മൾ ആക്ച്വലി ഒരു ഓക്കെ അപ്പോൾ ഇത്രയാണ് നമുക്ക് വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ലെവൽസ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ലെവൽസ് ഇത്രയും തന്നെയാണ് നമുക്ക് വരുന്നത്. അപ്പം മെയിനായിട്ട് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നാളത്തെ ഓപ്പണിങ്. നാളത്തെ ഓപ്പണിങ് വളരെ ക്രൂഷ്യലാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് നാളത്തെ ഒരു ലെവൽസ് കാര്യങ്ങളൊക്കെ. അപ്പം നാളത്തെ ഒരു ഓപ്പണിങ് വളരെ ക്രൂഷ്യലാണ്. നാളെ ഗ്യാപ്പ് അപ്പ് ആണോ ഗ്യാപ്പ് ഡൗൺ ആണോ എന്നുള്ള ഒരു ഇത്. ഓക്കെ, ഇൻ കേസ് ഇപ്പം നാളെ മാർക്കറ്റ് നമ്മുടെ അതായത് 24,260-ക്കും 23,960-ക്കും ഇടയിലാണ് എന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും വെയിറ്റ് ചെയ്യും. മാർക്കറ്റ് ഏത് ലിക്വിഡിറ്റിയാണ് സ്വീപ്പ് ചെയ്യുന്നത് എന്ന് നോക്കാനായിട്ട് ഞാൻ എന്തായാലും വെയിറ്റ് ചെയ്യും. ഓക്കെ, അതിനനുസരിച്ചുള്ള ട്രേഡ്സ് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാൻ എടുക്കുന്നത്. ഓക്കെ, ഇൻ കേസ് ഇതിൻ്റെ നടുക്കാണ് ഓപ്പണിംഗ് എങ്കിൽ ഞാൻ ഏതിലൊരു ഡയറക്ഷൻ നോക്കും. ആ ഒരു ഡയറക്ഷനിൽ ഈ ലിക്വിഡിറ്റി പോയിൻറ്റ് സ്വീപ്പ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും എൻ്റെ നിഫ്റ്റിയിലെ എൻട്രി വരുന്നത്. ഓക്കെ, ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയിലും ഇന്ന് നമുക്ക് ആ ഒരു പ്രീവിയസ് ഡേ ക്ലോസിങ് കാര്യങ്ങളും ചെയ്തിട്ടില്ല. പിന്നെ ലാസ്റ്റ് ഒരു 315 ആയപ്പോഴാണ് ഒരു അപ്പ് സൈഡിൽ നമുക്കൊരു ഒരു മൊമെൻറ്റം പോലെ നമുക്ക് കാണിച്ചത്. പക്ഷെ നമുക്ക് ആ ഒരു 3:30 3 o'clock ആയപ്പോഴത്തേക്കും നമുക്ക് എൻട്രി എടുക്കാൻ പറ്റില്ലല്ലോ. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എൻട്രി എടുക്കാഞ്ഞത്.
അപ്പോൾ നമുക്ക് നാളത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവൽ തന്നെയാണ്. അതിൽ കാര്യമായിട്ട് നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ഓക്കെ, ഇന്നലത്തെ ഡേയിലോ മാറ്റിയിട്ട് ഇന്നത്തെ ഡേയിലോ ആക്കാം. ഓക്കെ, പിന്നെ നമുക്ക് ഈ ഒരു സ്വിങ് കൂടെ കൺസിഡർ ചെയ്യാം. പിന്നെ നമുക്ക് ഇന്നത്തെ ഡേയിലോ കിടന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ നാളത്തേക്കുള്ള എൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ലെവൽസ് കാര്യങ്ങളൊക്കെ. പിന്നെ നാളെ എന്താണ് ബാങ്ക് നിഫ്റ്റിയിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാളെ ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ ആക്ച്വലി ഒരു പോസിറ്റീവ് മൊമെൻ്റാണ് ഞാൻ നാളെ ബാങ്ക് നിഫ്റ്റിയിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതായത് ഇവിടുന്ന് ഒന്ന് സ്വീപ്പായി ചിലപ്പം ഞാൻ ഇത് രണ്ടും വെയിറ്റ് ചെയ്തിട്ട് ഇവിടുന്ന് ഒരു അപ്പ് ട്രേഡ് ചെയ്യാൻ എടുക്കാനാണ് എനിക്ക് ഇത്. ഓക്കെ, അത് നാളത്തെ ഒരു ഓപ്പണിങ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും ഞാൻ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും വന്നേക്കുന്നത്. ഓക്കെ, അപ്പം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാക്സിമം ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.